സ്വാഗതം. സെയിൽ വീഡിയോ ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. നല്ല അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ്സും ഇൻഡോർ പ്ലാന്റ്സും ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണേ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഈ ഫസ്റ്റ് കാണിക്കുന്നത് വയലറ്റ് ജാസ്മിൻ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ്. 50 രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഫ്ലവറോട് കൂടി നിൽക്കുന്നത് കാണുമ്പോൾ. അടുത്തത് ഫ്യൂസിയ ആണ്. ഫ്യൂസിയ എല്ലാവർക്കും അറിയുന്ന പ്ലാന്റ് ആയിരിക്കും. ഫ്യൂസിയൻ്റെ ഈ ഒരു കളറാണ് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല വലിയ പ്ലാന്റ് ആണ്. ഇതേപോലെ തന്നെയാണ് കേട്ടോ നമ്മൾ അയച്ചിരുന്നുണ്ടാവുക. ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 140 രൂപയാണ്. ഒരു കൊമ്പ് തന്നെ ഒരുപാട് മുട്ടകളും ഉണ്ടാവും കേട്ടോ. നല്ല ഭംഗിയുള്ള ഫ്ലവറും ആണ്. അടുത്തത് മിനിയേച്ചർ ടൈപ്പ് മുരയാണ്. മുരയ്ക്ക് റേറ്റ് വരുന്നത് 40 രൂപയാണ് കേട്ടോ. നമുക്കൊരു പോട്ടിലൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. കുഞ്ഞു കുഞ്ഞു ലീഫാണ്, നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാൻ തന്നെ. അടുത്ത നമുക്ക് ഈ ഒരു ടൈപ്പ് ഫ്യൂസിയാണ്. ഒരു ലൈറ്റ് പിങ്കും സെൻറ്ററിൽ നല്ല ഡാർക്ക് കളറുമായിട്ട് നല്ല ഭംഗിയുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ്. ഈ ഒരു പ്ലാന്റിനും 140 രൂപ തന്നെയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്ലാന്റ്സൊക്കെ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അടുത്ത നമുക്ക് സ്നോ റോസ് ആണ്. സ്നോ റോസിൻ്റെ വെരിഗേറ്റഡ് ടൈപ്പാണ് കേട്ടോ സെയിലിനുള്ളത്. ഈ ഒരു പ്ലാന്റിന് 30 രൂപയാണ് റേറ്റ് വരുന്നത്. കുഞ്ഞു കുഞ്ഞ് റോസാപ്പൂക്കൾ പോലുള്ള ഫ്ലവർ ആയിരിക്കും കേട്ടോ. ലൈറ്റ് പിങ്ക് ആണ് കളറ്. അടുത്ത നമുക്ക് യെല്ലോ കമലി എന്നൊക്കെ പറയുന്ന നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ്. യെല്ലോ കളറിൽ ഫ്ലവർ തരുന്ന നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ. 50 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് ഒരു ലീഫി പ്ലാന്റ് ആണ്. ഞാൻ മുന്നേ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് കുറച്ച് പേർക്കൊന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പം കുറച്ച് എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി. നമുക്ക് ഇൻഡോറൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ്. 40 രൂപ തന്നെയാണ് കേട്ടോ റേറ്റ് വരുന്നത്. അടുത്തത് നമുക്ക് യൂജീനിയാണ്. യൂജീനിയ നല്ലൊരു ഇൻഡോർ പ്ലാന്റ് തന്നെയാണ് കേട്ടോ. നമുക്ക് വീടിൻ്റെ മുൻവശത്ത് കയറുന്ന സ്ഥലത്ത് സിറ്റൗട്ടിൻ്റെ ഒക്കെ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്യാനൊക്കെ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ സെറ്റ് ചെയ്യുകയാണെങ്കിൽ. അതുപോലെ ഒരു ഷോപ്പ് ഉണ്ടെങ്കിൽ ഷോപ്പിൻ്റെ ഫ്രണ്ട് ഭാഗത്തൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. വെരിഗേറ്റഡ് യൂജീനിയാണ്. 70 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് നമുക്ക് ബ്ലാക്ക് ലില്ലിയാണ്. ബ്ലാക്ക് ലില്ലീൻ്റെ ഇതേപോലത്തെ തൈക്ക് 40 രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത്. നല്ല ഭംഗി, അത് പെട്ടെന്ന് ഉണ്ടായി ഇങ്ങനെ തിക്കായി കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഒരു പോട്ടിലൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ റേറ്റ് വരുന്നത് 40 രൂപയാണ്. അടുത്ത നമുക്ക് ഫ്ലെയിം വൈൻ ഓട്ടുമുല്ല എന്നൊക്കെ പറയുന്ന പ്ലാന്റ് ആണ്. ഈ ഒരു പ്ലാന്റിന് 40 രൂപ തന്നെയാണ് വരുന്നത്. നമുക്കിത് പടർത്തി മതിലിൻ്റെ മുകളിലും സ്റ്റിക്കിലൊക്കെ പടർത്തി വിടാൻ പറ്റും. നല്ല ഭംഗിയാണ് കേട്ടോ ഫ്ലവർ. എന്താ പറയുക, ലീഫ് കാണാതെ തന്നെ ഫുള്ളായിട്ട് ഫ്ലവർ വരും. നല്ല ഭംഗിയായിരിക്കും കേട്ടോ. 40 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്ത് നമുക്ക് നല്ലൊരു ക്രീപ്പർ പ്ലാന്റ് ആണ്. ഹണിസക്കിളാണ്. ഹണിസക്കിള് ഒരു സമയത്ത് തന്നെ 2 കളറായിരിക്കും കേട്ടോ ഫ്ലവർ ഉണ്ടാകുന്ന സമയത്ത് ഒരു വൈറ്റും പിന്നെ അതൊരു ഗോൾഡൻ കളറിലേക്കൊക്കെ മാറുന്ന നല്ലൊരു പ്ലാന്റ് ആണ്. ക്രീപ്പറാണ്. 40 രൂപയാണ് ഹണിസക്കിളിൻ്റെ റേറ്റ് വരുന്നത്. അടുത്ത് നമുക്ക് ഇൻഡോറൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ്. CC പ്ലാന്റ് ആണ് കേട്ടോ. CC പ്ലാന്റിൻ്റെ ഈ ഒരു വലിയ തൈക്കാണെങ്കിൽ 70 രൂപ. ചെറിയതാകുമ്പം കുറച്ച് റേറ്റ് അങ്ങനെ കുറയും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടതെന്ന് നിങ്ങൾ ഓർഡർ തരുമ്പോൾ പറഞ്ഞാൽ മതിയാവും. അടുത്ത് നമുക്ക് സെയിലിൽ റെഡി ആയിട്ടുള്ളത് വൈറ്റ് കളറിൽ ഫ്ലവർ വരുന്ന ലോലിപോപ്പ് പ്ലാന്റ് ആണ്. ഈ ഒരു പ്ലാന്റിന് 40 രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത്. അടുത്തത് നമുക്ക് മരമുല്ലയാണ്. മരമുല്ല നല്ല വൈറ്റ് കളറിൽ നല്ല നിറഞ്ഞ് ഫ്ലവർ വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ. ഇതേ സൈസാണ് പ്ലാന്റ്. ഈ ഒരു പ്ലാന്റിന് 50 രൂപയാണ്. മരമുല്ല, മുല്ലാസ് വെറൈറ്റി, കക്കടമുല്ല, അതുപോലെ തട്ടുമുല്ലയൊക്കെ എൻ്റെ അടുത്ത് സെയിലുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ. എല്ലാത്തിനും 50 രൂപ തന്നെയാണ് റേറ്റ് വരുന്നത്. അടുത്തത് മണിമുല്ലയാണ്. മണിമുല്ല എല്ലാവർക്കും അറിയുന്ന പ്ലാന്റ് തന്നെ ആയിരിക്കും കേട്ടോ. നല്ല ഭംഗിയാണ്, നല്ല ഫ്ലവർ വരുന്ന ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ. 40 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് മാണ്ടിവില്ലയാണ്. മാണ്ടിവില്ലേൻ്റെ 3 കളേഴ്സ് ഞാൻ ഇപ്രാവശ്യം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നല്ല റേറ്റും കുറവുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. ഫസ്റ്റ് ഇപ്പം കാണിക്കുന്നത് റെഡാണ്. ചെറിയ മൊട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. 120 രൂപയാണ് മാണ്ടിവില്ലേൻ്റെ റെഡിന് റേറ്റ് വരുന്നത്. അടുത്തത് നമുക്ക് പിങ്ക് ആണ്. നമ്മൾ ഈ പ്ലാന്റ്സൊക്കെ അയച്ചിരുന്നത് ഇങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ. ഈ കവറോട് കൂടിയിട്ട് തന്നെ ആയിരിക്കും. പിങ്കിനും റേറ്റ് വരുന്നത് 120 രൂപ തന്നെയാണ് കേട്ടോ. അടുത്ത നമുക്ക് ബുഷ് ഓറഞ്ച് ആണ് കേട്ടോ.
ബുഷ് ഓറഞ്ച് നമുക്ക് എന്താ പറയുക, വെള്ളം കലക്കി കുടിക്കാൻ പറ്റിയ ആ ഒരു ടൈപ്പ് ഓറഞ്ചാണ് കേട്ടോ. ഈ ഒരു പ്ലാന്റിന് 40 രൂപയാണ് റേറ്റ് വരുന്നത്. ഇതേപോലത്തെ പ്ലാന്റ് കേട്ടോ അയച്ചു തരുന്നുണ്ടാവുക. ഈ കവറോട് കൂടിയിട്ട് തന്നെയാണ് കേട്ടോ അയച്ചു തരിക. 40 രൂപയാണ് ഈ ബുഷ് ഓറഞ്ചിന് റേറ്റ് വരുന്നത്. അടുത്ത് നമുക്ക് ഇൻഡോറായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ. ഈ ഒരു പ്ലാന്റ് ജെയ്ഡ് പ്ലാന്റ് ആണ്. ജെയ്ഡ് പ്ലാന്റിൻ്റെ ഇതേപോലത്തെ തൈക്ക് 40 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് നല്ല വയലറ്റ് കളറിൽ ഫ്ലവർ വരുന്ന പർപ്പിൾ ഗ്ലോറി എന്ന് പറയുന്ന നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ. ബുഷാക്കിയൊക്കെ വളർത്താൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ്. നല്ല ഭംഗിയാണ് ഫ്ലവർ കാണാൻ. ഈ ഒരു പ്ലാന്റിന് 50 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് നമുക്ക് മാണ്ടിവില്ല തന്നെയാണ്. മാണ്ടിവില്ലേൻ്റെ വൈറ്റ് ആണ് കേട്ടോ. നല്ല വലുപ്പമുള്ള പ്ലാന്റ് ആണ് വൈറ്റ്. 70 രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത്. മാണ്ടിവില്ലേൻ്റെ 3 കളേഴ്സ് ഉണ്ട്. റെഡിന് 120, പിങ്കിന് 120, വൈറ്റിന് 70 രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത്. അടുത്ത നമുക്ക് സെയിലിന് റെഡി ആയിട്ടുള്ളത് യെല്ലോ ജാസ്മിൻ ആണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ. നല്ല മഞ്ഞ കളറിൽ നിറഞ്ഞ പൂക്കൾ തരുന്ന ഈ ഒരു പ്ലാന്റിന് 50 രൂപയാണ് റേറ്റ് വരുന്നത്. നല്ല ഭംഗിയായിരിക്കും കേട്ടോ. പോട്ടിലൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഔട്ട്ഡോറും ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. അടുത്തത് നമുക്ക് ജസ്റ്റീഷ്യയാണ്. ജസ്റ്റീഷ്യൻ്റെ പിങ്ക് ആണ് കേട്ടോ. ഈ ഒരു പ്ലാന്റിന് 40 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തതും മഞ്ഞ കളറിൽ ഫ്ലവർ വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ. എല്ലാവർക്കും ഒരുവിധം അറിയുന്ന പ്ലാന്റ് ആയിരിക്കും. ഈ ഒരു പ്ലാന്റിന് 50 രൂപയാണ് റേറ്റ് വരുന്നത്. കാറ്റ്സ് ക്ലോ ആണ്. നല്ല ഭംഗിയാണ് കേട്ടോ ഫ്ലവർ കാണാനായിട്ട് തന്നെ. 50 രൂപയാണ് റേറ്റ് വരുന്നത്. എന്താ പറയുക, ലീഫ് കാണാതെ തന്നെ ഫുള്ളായിട്ട് ഫ്ലവർ വരും. അടുത്തത് മെക്സിക്കൻ വൈൻ ആണ്. മെക്സിക്കൻ വൈൻ ഊട്ടി ഡേസി എന്നൊക്കെ പറയുന്ന നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ്. ഓറഞ്ച് കളറിൽ ഫ്ലവർ വരുന്ന ഈ ഒരു പ്ലാന്റിന് 40 രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത്. അടുത്തത് റോസിഡോ പ്ലാന്റ് ആണ്. റോസിഡോൻ്റെ റെഡ് ആണ് കേട്ടോ. ഇതേ പ്ലാന്റ് സൈസ് ആണ് കേട്ടോ ഞാൻ അയച്ചിരുന്നത്. 50 രൂപയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് ഇട്ടിരിക്കുന്നത്. റോസിഡോൻ്റെ റെഡും യെല്ലോയും നമ്മളെടുത്തുണ്ട്. രണ്ടിനും 50 രൂപ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ റേറ്റ് വരുന്നത്. ഈ കാണിക്കുന്നത് യെല്ലോയാണ്. ഈ കവറ് ഇതേപോലെ തന്നെയാണ് കേട്ടോ നമ്മൾ അയച്ചിരുന്നത്. അടുത്തത് കലാഞ്ചിയാണ്. കലാഞ്ചിയുടെ വലിയ പ്ലാന്റ് കേട്ടോ. യെല്ലോ കളർ ഫ്ലവർ വരുന്ന പ്ലാന്റാണ്. ഈ ഒരു പ്ലാന്റിന് 130 രൂപയാണ് കേട്ടോ. നമ്മൾ ഈ പ്ലാന്റ് ഇങ്ങനെ തന്നെയാണ് അയച്ചുതരിക. ഇത്രയും വലുപ്പത്തോട് ഈ പോട്ട് അതേപോലെ തന്നെയാണ് കേട്ടോ അയച്ചിരുന്നത്. 130 രൂപയാണ് റേറ്റ് വരുന്നത്. കലാഞ്ചീൻ്റെ 2 കളേഴ്സാണുള്ളത്, യെല്ലോയും ഇതൊരു ലൈറ്റ് പിങ്ക് ആട്ടോ. ഇതിൽ ഫ്ലവർ ഉണ്ട്, മറ്റേ യെല്ലോയിൽ ഫ്ലവർ പോയതാണ്. ഈ ഒരു പ്ലാന്റിനും 130 രൂപ തന്നെയാണ് റേറ്റ് വരുന്നത്. നല്ല തിക്കായിട്ട് ഫുള്ളായിട്ടുണ്ട് കേട്ടോ പോട്ട്. നല്ല വലുപ്പമുള്ള പ്ലാന്റാണ്. 130 രൂപ തന്നെയാണ് റേറ്റ് വരുന്നത്. അടുത്തത് നമുക്ക് റിയോ ഗോൾഡാണ് സെയിലുള്ളത്. റിയോ ഗോൾഡിൻ്റെ ഇതേപോലത്തെ തൈക്ക് 30 രൂപ കേട്ടോ റേറ്റ് വരുന്നത്. ജിഫിയിൽ വന്നിട്ടുള്ള പ്ലാന്റാണ്. 30 രൂപയാണ് റേറ്റ് വരുന്നത്. റിയോ ഗോൾഡിൻ്റെ ബ്ലൂവും നമ്മളടുത്ത് സെയിലിനുണ്ട് കേട്ടോ. 30 രൂപ തന്നെയാണ് റേറ്റ് വരുന്നത്. അടുത്തത് നമുക്ക് എപ്പീഷ്യയാണ്. എപ്പീഷ്യൻ്റെ പിങ്ക് ആണ് കേട്ടോ. ഇതിൻ്റെ ഓരോ ചെറിയ തൈക്ക് റൂട്ടോട് കൂടിയുള്ള തൈക്ക് 10 രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത്. അടുത്തത് ത്രിസ്ലാഡിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് കേട്ടോ. നല്ല മഞ്ഞ കളറിൽ ഫ്ലവർ വിരിയുന്ന ഈ ഒരു പ്ലാന്റിന് 50 രൂപയാണ് റേറ്റ് വരുന്നത്. കുറേ മുന്നേ ഒക്കെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, പിന്നെ നമുക്ക് കിട്ടാനില്ലായിരുന്നു കേട്ടോ. ഇപ്പം കുറച്ച് തൈകളൊക്കെ കയ്യിലുണ്ട്. അപ്പം ആർക്കെങ്കിലും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി. 50 രൂപയാണ് റേറ്റ് വരുന്നത്. ചില സ്ഥലത്ത് ഇതിന് ബ്രൈഡൽ ബൊക്ക യെല്ലോ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ 50 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്ത നമുക്ക് എപ്പീഷ്യ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് കേട്ടോ. ജിഫിയിൽ വന്നിട്ടുള്ളതാണ്. 20 രൂപയാണ് റേറ്റ് വരുന്നത്. എപ്പീഷ്യ റെഡാണ് കേട്ടോ. കുറച്ച് മുന്നേ ഞാൻ പറഞ്ഞത് എപ്പീഷ്യ 10 രൂപ ഓരോ, അത് ഞാൻ നട്ടതാണ് കേട്ടോ. അപ്പോൾ റൂട്ടോട് കൂടിയിട്ടുള്ള ഓരോ തൈക്ക് 10 രൂപയാണ്. ഈ ഒരു പ്ലാന്റിന് 20 രൂപ വരും. അടുത്തത് ബ്രൈഡൽ ബൊക്കയാണ്. ബ്രൈഡൽ ബൊക്കേൻ്റെ തൈ ഇപ്പോൾ നമ്മുടെ അടുത്ത് ഉണ്ട് കേട്ടോ. 40 രൂപയാണ് ബ്രൈഡൽ ബൊക്ക. വൈറ്റാണ്. റേറ്റ് 40 രൂപയാണ് കേട്ടോ വരുന്നത്. അടുത്ത നമുക്ക് കനകാംബരമാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല കനകാംബരത്തിന് തൈകൾ ഉണ്ട് കേട്ടോ. റെഡും ഓറഞ്ചും നമ്മുടെ അടുത്ത് ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല വലുപ്പമുള്ള പ്ലാന്റാണ്. ഫ്ലവർ ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ 40 രൂപയാണ് രണ്ടിനും ഓരോ തൈക്ക് റേറ്റ് വരുന്നത് കേട്ടോ. ഇതാണ് ഓറഞ്ചിൻ്റെ തൈ കേട്ടോ. നല്ല വലുപ്പമുള്ള നല്ല ഹെൽത്തിയാണ്. 40 രൂപ തന്നെയാണ് റേറ്റ് വരുന്നത്. അടുത്തത് ഫ്രൂട്ടാണ്. ചെറി.
നല്ല മധുരമുള്ള ചെറിയാണ്. 40 രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത്. അടുത്തതും നല്ല യെല്ലോ കളറിൽ ഫ്ലവർ വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ. ഗോൾഡൻ കാസ്കേഡ് ആണ്. ഗോൾഡൻ കാസ്കേഡ് എപ്പോഴും നല്ല ഡിമാൻഡുള്ള പ്ലാന്റ് ആണ് കേട്ടോ. 50 രൂപ തന്നെയാണ് റേറ്റ് വരുന്നത്. അടുത്തത് ബ്രൈഡൽ ബൊക്ക യെല്ലോ ആണ്. ഈ ഒരു പ്ലാന്റിൻ്റെ വൈറ്റും ഞാൻ നേരത്തെ കാണിച്ചല്ലോ. അപ്പോൾ ഈ 2 കളേഴ്സ് നമ്മുടെ അടുത്ത് ഉണ്ട് കേട്ടോ. 40 രൂപ തന്നെയാണ് റേറ്റ് വരുന്നത്. അടുത്ത ഞാനൊരു കോംബോ ആയിട്ടാണ് കേട്ടോ കൊടുക്കാൻ വിചാരിച്ചിട്ടുള്ളത്. സിങ്കോണിയാണ്. സിങ്കോണിയത്തിൻ്റെ ഒരു 4 കളേഴ്സ് നമ്മുടെ അടുത്ത് ഇപ്പം സെയിലിനുണ്ട്. എല്ലാം നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ. ജിഫിയിൽ വന്നിട്ടുള്ള പ്ലാന്റ് ആണ്. അപ്പോൾ ഈ 4 കളേഴ്സും കോംബോ ആയിട്ട് 100 രൂപയായിട്ടാണ് കൊടുക്കാൻ വിചാരിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പം കോംബോ ആയിട്ട് 100 രൂപയാണ് 4 ഒന്നിച്ചെടുക്കുന്നവർക്ക്. അല്ലാണ്ട് ഓരോന്ന് എടുക്കുമ്പോൾ 30 രൂപ വെച്ചിട്ടാവും. അപ്പോൾ പിങ്കും ചോക്ലേറ്റ് കളറും ഗ്രീനും ലൈറ്റ് ഗ്രീനും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇതുവരെ എൻ്റെ വീഡിയോ ഉണ്ട്. എല്ലാവർക്കും ഒരുപാട് നന്ദി. പുതിയൊരു വീഡിയോ ആയി വരാം. അതുവരേക്കും താങ്ക് യു.